തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ രാജേഷ്. രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടു മാത്രമേ രാഷ്ട്രത്തിന്റെ സമഗ്രമായ പുരോഗതി സാധ്യമാവുകയുള്ളൂ. ഇതിനായി കേന്ദ്ര സർക്കാർ തൊഴിലാളി പക്ഷത്തു നിന്ന് ചിന്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറാവണമെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് BMS നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആണോ കഞ്ചിക്കോട്ട് വന്നവർ ആദ്യം പറയൂ അല്ലേ? സെപ്റ്റംബർ 25-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു? വ്യവസായ മേഖലകളിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ, EPF-നെതിരെ, ESI-ക്കെതിരെ വാഹന പ്രചരണ ജാഥ നമ്മൾ നടത്തി. EPF ഹെഡ് ഓഫീസിലേക്ക് ധാരണ നമ്മൾ നടത്തി. 1-ാം ഘട്ടം കഴിഞ്ഞു. 2-ാം ഘട്ടം ഒക്ടോബർ 1-ാം തീയതി ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാജ്ഭവനിലോട്ട്, അങ്ങ് തലസ്ഥാനത്ത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ നോമിനിയിരിക്കുന്ന രാജ്ഭവനിലോട്ട് ആയിരങ്ങളെ അണിനിരത്തി നടത്തിയ സമരം BMS മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പഠിച്ച നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. EPF പെൻഷൻ മിനിമം 5000 രൂപയാക്കുക, അവസാനം വാങ്ങുന്ന ശമ്പളത്തിന്റെ 50% പെൻഷനായി അനുവദിക്കുക, EPF പരിധി 15000-ൽ നിന്നും 30000-ആയി വർദ്ധിപ്പിക്കുക, ESI പരിധി 21,000-ൽ നിന്നും 42,000-ആക്കി ഉയർത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക, ഇൻഷുറൻസ് കമ്പനികളിൽ 100% വിദേശ പങ്കാളിത്ത നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചാണ് BMS ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. BMS ജില്ലാ പ്രസിഡന്റ് സനിൽ തനിലാപുരം അധ്യക്ഷത വഹിച്ച ധർണയിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M ഗിരീഷ്, V ശിവദാസൻ, ജില്ലാ ട്രഷറർ V ശരത്, ജോയിന്റ് സെക്രട്ടറിമാരായ R ഹരിദാസ്, ശശി ചോറോട്ടൂർ, രാജേഷ് ചത്തല്ലൂർ, PK ബൈജു, സംസ്ഥാന സമിതി അംഗങ്ങളായ S രാജേന്ദ്രൻ, K സുധാകരൻ, S അമർനാഥ് എന്നിവർ സംസാരിച്ചു. ജനതാ വിഷൻ, പാലക്കാട്.